كفاني علم ربي من سؤالي. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, കളങ്കമറ്റ കലർപ്പില്ലാത്ത നിഷ്കളങ്കമായ അള്ളാഹുവിലേക്ക് മാത്രം പ്രതീക്ഷയെ അർപ്പിച്ചുകൊണ്ട് നിയത്ത് ചെയ്തിട്ടുള്ള ആത്മീയ ചികിത്സ, അതാണ് റുഖിയ ശർഇയ്യ. അതാണ് ഇതുവരെ പറഞ്ഞു വന്നത്. അതിൻ്റെ വിശകലനം കുറച്ചുകൂടി നൽകുകയാണ്. കലർപ്പില്ലാത്ത നിയത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ സഹായം മാത്രം പ്രതീക്ഷിക്കുന്നു. നമ്മുടെ മുമ്പിൽ എത്തിയിട്ടുള്ള ചികിത്സകൻ്റെ പ്രതീക്ഷ നമുക്കില്ല. അദ്ദേഹം പഠിച്ചത് അപ്ലൈ ചെയ്യുന്നു, അതിലൂടെ അള്ളാഹു നമുക്ക് ശിഫ നൽകുന്നു. അതുപോലെ ഒരു മലക്കിറങ്ങി വന്ന് സഹായിക്കട്ടെ എന്ന നിയത്ത് നമുക്കില്ല. ഒരു ജിന്നിറങ്ങി വരട്ടെ സഹായിക്കട്ടെ എന്ന നിയത്ത് നമുക്കില്ല. ഒരു മഹാനായ മനുഷ്യൻ്റെ ആത്മാവ് വരട്ടെ സഹായിക്കട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും മക്ബറയിൽ അടങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന മഹത്തായ ഒരു വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ പ്രഭാവമോ അദ്ദേഹത്തിൻ്റെ മഹത്വമോ അദ്ദേഹത്തിൻ്റെ കറാമത്തോ അദ്ദേഹത്തിൻ്റെ മറ്റെന്തെങ്കിലും സിദ്ധികളോ ഇവിടെ സന്നിഹിതരായി അവർ ഞങ്ങളെ സഹായിക്കട്ടെ എന്ന നിയ്യത്ത് ഇതിലില്ല. പ്യുവർ ഖാലിസ് ആത്മീയ ചികിത്സയാണ്. ഇതിനകത്ത് അള്ളാഹുവിൻ്റെ അദൃശ്യമായ സഹായമാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റ് വിഷയങ്ങളിൽ ഇവിടെ മലക്കിലൂടെ ആയിരിക്കും ചിലപ്പോൾ അള്ളാഹുവിൻ്റെ സഹായം, അല്ലെങ്കിൽ ജിന്നിലൂടെ ആയിരിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഭൗതിക സംവിധാനങ്ങളിലൂടെ അള്ളാഹുവിൻ്റെ സഹായം എത്തിയേക്കാം. പക്ഷെ അത് നമ്മുടെ പ്രതീക്ഷയിൽപ്പെട്ടതല്ല. അള്ളാഹു അവൻ്റെ അടിമകളെ സഹായിക്കുന്നതിന് ചില സംവിധാനങ്ങൾ ദുനിയാവിലും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവിധാനങ്ങൾ അള്ളാഹുവിൻ്റെ വിഷയമാണ്. നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ സഹായം ലഭിക്കുക എന്നുള്ളതാണ്. ആ സഹായം പണത്തിൻ്റെ രീതിയിൽ വരാം, മരുന്നിൻ്റെ രീതിയിൽ വരാം, ചികിത്സകൻ്റെ രീതിയിൽ വരാം, മറ്റെന്തെങ്കിലും രീതികളിലൊക്കെ വരാം. അതൊക്കെ റുഖിയ ശർഇയ്യ കൊണ്ട് നമുക്ക് ലഭിക്കുന്ന ഫലങ്ങളെന്ന നിലയ്ക്ക് അള്ളാഹു നിശ്ചയിച്ച രീതി എന്താണോ അത് അള്ളാഹു തീരുമാനിക്കുന്നതാണ്. ആ രീതിയിലൊക്കെ വരാം. ചില ഉദാഹരണങ്ങൾ നമുക്കത് വേണമെങ്കിൽ പറയാവുന്നതാണ്. ഞാൻ എൻ്റെ ഒരു അനുഭവം ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി ബോധ്യപ്പെടുന്നതിന് വേണ്ടി പറയുകയാണ്. ഒരു രോഗി എൻ്റെ അടുക്കൽ വന്നു. അദ്ദേഹത്തിന് ജിന്ന് ബാധയുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ ഞാൻ ചികിത്സിക്കുകയാണ്. ആദ്യത്തെ ദിവസം 1-2 തവണ ചികിത്സിച്ചു. 2-ാം ദിവസം മന്ത്രത്തിന് വേണ്ടി എൻ്റെ അടുക്കൽ വന്നപ്പോൾ അദ്ദേഹം ഒരു അനുഭവം എന്നോട് പറഞ്ഞു. ഉസ്താദേ, ഇന്ന് എൻ്റെ വയറ്റിൽ നിന്ന് പോയപ്പോൾ വളരെ കറുത്ത കളറിലുള്ള മലമാണ് പോയത്. അപ്പം എനിക്ക് ചില സംശയങ്ങൾ തോന്നുകയും ഞാൻ ബഹുമാനീയനായ സുബൈർ ഡോക്ടറെ വിളിച്ചു. ഇങ്ങനൊരു സംഭവമുണ്ട്, എന്താണ് ട്രീറ്റ്മെൻറ്റ് തുടരണോ അതല്ല എന്തെങ്കിലും മെഡിക്കൽ പരമായ പ്രശ്നങ്ങളുണ്ടോ? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അദ്ദേഹം പെട്ടെന്ന് ഡോക്ടറെ കാണുകയും വേണം, അദ്ദേഹത്തിൻ്റെ വയറ് ടെസ്റ്റ് ചെയ്യുകയും വേണം. കാരണം മലം കറുത്ത രൂപത്തിൽ പോയാൽ അതിൽ എന്തെങ്കിലും പ്രശ്നത്തിന് സാധ്യത കൂടുതലാണ്. അങ്ങനെ അപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഞാൻ മെഡിക്കൽ ചികിത്സയ്ക്ക് വേണ്ടി വിടുകയും 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ വയറിന് കുടൽ ക്യാൻസർ ആയിരുന്നുവെന്നും ബ്ലീഡിങ് കുടലിലുണ്ടാവുകയും അങ്ങനെ അത് ദഹിച്ചത് മൂലമാണ് കറുത്ത മലം പോവുകയും ചെയ്തതെന്ന് മനസ്സിലാകുകയുണ്ടായി. ഇവിടെ നോക്കൂ, റുഖിയ ചെയ്തപ്പോൾ ഒരു രോഗിയുടെ രോഗം എന്തെന്ന് നിജപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു അനുഭവം, അത് മറ്റൊരു രീതിയിൽ അള്ളാഹുവിൻ്റെ സഹായമാണ്. ഇവിടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്താണ്? അള്ളാഹുവിൻ്റെ സഹായം മാത്രമാണ്. അപ്പോൾ നമുക്ക് അള്ളാഹു നൽകിയ സഹായം ഏത് രീതിയിലാണ്? ഇതുപോലെ നിരവധി വിവിധ അനുഭവങ്ങൾ നമുക്ക് പറയാനുണ്ട്. അതൊക്കെ നമ്മുടെ നിയ്യത്തിനെ ബലപ്പെടുത്തുന്നതാണ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നമുക്ക് വിശകലനം ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. كفاني علم ربي من سؤالي.